പഴയ ജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്നാൽ നമ്മൾ പിന്നെ അവിടെ കഴിയില്ല. നാഗലോകത്തേക്ക് തിരിച്ചു പോകും. വാ പോകാം. ഇല്ല ഇല്ല, ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. നിന്റെ വീട്ടിലേക്ക് വന്നാൽ ആർക്കും അത് ഇഷ്ടാവില്ല. ഇല്ല, ഞാൻ വരില്ല. വേണ്ട. എന്റെ കൊച്ചുമുതലാളി പറഞ്ഞതാ, നീ വന്നാ മാത്രം മതി. ശരി, ഞാൻ വരാം. എന്നാ വാ, നമുക്ക് പോകാം. എന്തിനാ മോളെ? എന്റെ മാത്രം അച്ഛനാ. എന്നെ മാത്രമേ എടുക്കാവൂ, എന്നെ മാത്രമേ സ്നേഹിക്കാവൂ. നിന്നെ മാത്രമേ എടുക്കാവൂ, നിന്നെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ അല്ലേ? നോക്കുമോളെ, അവക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല, വീടുമില്ല. നമ്മുടെ വീട്ടിൽ നിർത്തിക്കോട്ടെ. കണ്ടോടാ മോനെ, നിന്റെ അനിയത്തിക്കുട്ടി സമ്മതിച്ചു. ഇനിയിപ്പോ ഇവിടെ ഒരു പ്രശ്നവുമില്ല. മുതലാളി, സെക്യൂരിറ്റിയുടെ ഭാര്യ വന്നിരിക്കുന്നു. വല്ലാതെ കരയുന്നുണ്ട്. സെൽവി, നീ ഒന്ന് കരയാതിരിക്കെ. വീട്ടിൽ പോയി പായസോ മറ്റോ എന്താന്ന് വെച്ചാ ഉണ്ടാക്ക്. നിന്റെ ഭർത്താവ് വരും. ശരി മുതലാളി. ആ ദുഷ്ടന് ജീവിക്കാനുള്ള അർഹതയേ ഇല്ല. അടുത്ത ജന്മത്തിലെങ്കിലും നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ എന്ന് ഞാൻ പരമേശ്വരനോട് പ്രാർത്ഥിക്കാം. മുതലാളി, അത് ചിലപ്പോ യാദൃശ്ചികമായിരിക്കാം. എന്നാലോ പാമ്പിനെ കൊല്ലാൻ പോയ ഒരുവൻ ഇത്രയും നേരമായിട്ട് വീട്ടിലെത്തിയില്ലല്ലോ. അവൻ ഇനിയും പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്തായിരിക്കും അതിന് കാരണം? നമ്മളിത് പേടിക്കേണ്ട കാര്യം തന്നെ. മുതലാളി, നിങ്ങളിത് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഈ വീടിന്റെ മേൽ നാഗദൃഷ്ടി ഉണ്ടെന്നുള്ളത് സത്യം. നന്ദീശ, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊക്കെ വെറും കോയിൻസിഡൻസ് ആയിട്ടേ കാണാൻ പറ്റൂ. നാഗത്തിനും ആ സെക്യൂരിറ്റിക്കും തമ്മിൽ ഒരു വിധത്തിലുള്ള ബന്ധം ഞാൻ കാണുന്നില്ല നന്ദീശ. അങ്ങനല്ല മുതലാളി, എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. നാഗങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ തെരഞ്ഞു വരിക തന്നെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, നിന്റെ സംശയത്തിന് ഇപ്പൊ തന്നെ പരിഹാരം കണ്ടേക്കാം. ഇല്ലേ ഇല്ല. അതല്ല മുതലാളി, ഇനി എങ്ങാനും ഈ വീടിനുള്ളിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ. ഓ, വീട്ടിനുള്ളില്? എന്നാൽ അതും കൂടി നോക്കിയേക്കാം. വീട്ടിനുള്ളിൽ നാഗനിയ ഇല്ല നന്ദീശ. നീ വെറുതെ സംശയിച്ചു കൂട്ടുക. പക്ഷെ നീ അതില് തലയിടാനൊന്നും നിൽക്കണ്ട. അല്ലാന്നേ അത്. എടോ, എനിക്ക് അർജന്റായിട്ട് പോയേ പറ്റൂ. ഞാൻ ഇറങ്ങാം. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേ. അപ്പൊ ശരി. അതെ, പിന്നൊരു കാര്യമുണ്ട്. മുതലാളിയുടെ വീട്ടിലെ സ്വാമി വരുന്നതും പൂജ ചെയ്യുന്നതും ഒക്കെ നമ്മളല്ലാതെ ആ വീട്ടിലെ മറ്റാരും അറിയാൻ പാടില്ല. മനസ്സിലായോ? ശരി, ഞാൻ ഇറങ്ങാം. ഇങ്ങനെ ഒരു കാര്യവും നേരെ ചൊവ്വി പറയില്ല. ഏത് സ്വാമിയാണെന്നോ എന്ത് പൂജയാണെന്നോ ഒക്കെ ദൈവത്തിനറിയാം. ചിന്ന, മക്കൾക്ക് വേണ്ട ബിസ്ക്കറ്റും പാലും ഒക്കെ എടുത്തു വെച്ചിട്ടില്ലേ? എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നേ? പിക്നിക്കിന് പോണം, പെട്ടെന്ന് റെഡിയാവുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇത്ര അർജന്റ്? എന്താ ഗോവിന്ദ, ഏത് മഹാറാണി? ചേച്ചിക്ക് അറിയില്ലേ, കൊച്ചുമുതലാളി സ്നേഹത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ആ ശിവാനി തന്നെ. അവൾ ഈ വീട്ടിൽ എവിടെയുമില്ല. മുതലാളി, ഇനി എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പെങ്ങാനും സ്വാമികൾ ഇങ്ങോട്ട് വന്നാൽ എല്ലാം കുളമാവുമല്ലോ. നോക്കൂ, ശിവാനി ഇങ്ങോട്ട് വന്നാൽ എന്റെ ഭാര്യയല്ല നോക്കിക്കോളൂ. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മുതലാളി. ശരി, ദമയന്തി, അമ്മയും കൂട്ടിക്കൊണ്ടുവാ. നന്ദീശ, നിന്റെ ഭാര്യയോട് വേണ്ട പോലെ എല്ലാം പറഞ്ഞിട്ടില്ലേ? എന്നെ വിശ്വാസമില്ല മുതലാളി. അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്വാമികൾ വന്നാൽ എല്ലാം അവള് നോക്കിക്കോളൂ. ശരി, വരും.
ഇന്നത്തോടെ നിന്റെ കളികളെല്ലാം അവസാനിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. നിന്റെ മരണം നിശ്ചയം. വേണ്ട, എന്നെ വിട്ടേക്കൂ. നിന്റെ മരണം നിശ്ചയം. വേണ്ട, എന്നെ വിട്ടേക്കൂ. ത്രിവിക്രമ, ത്രിവിക്രമ, വാ ത്രിവിക്രമ. കാണുന്നില്ലല്ലോ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നതാ. എവിടെ പോയി? നിനക്കെന്നെ മനസ്സിലാവുന്നില്ലേ? നീ എന്റെ ആദിശേഷനാണ്. ഞാനും കൊച്ചുമുതലാളി, അല്ല ഇതാരാ ഇവിടെ വന്ന് എന്തായി കാണിക്കുന്നേ? കൊച്ചുമുതലാളി, എന്താ ഒന്നും സംസാരിക്കാത്തെ? സംസാരിക്കേ. ആരാ നിങ്ങൾ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവർക്ക് ഞാൻ എന്റെയും ആദിശേഷന്റെയും പ്രണയരംഗങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോ എന്റെ ആദിശേഷൻ തീർച്ചയായും എന്നെ തിരിച്ചറിയും. അങ്ങനെ ഞാൻ അവനെ തിരിച്ചു കൊണ്ടുപോകും. നിങ്ങളിൽ ആർക്കും പഴയ ഓർമ്മകളൊന്നും തന്നെ കിട്ടുന്നില്ല അല്ലേ? ശരി, ഞാൻ കാണിച്ചു തരാം. നോക്കൂ. ത്രിവിക്രമ, എന്താ ഇത്? എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താ ഇവർക്ക് രണ്ടുപേർക്കും ഓർമ്മ ലഭിക്കാത്തത്? എന്തുകൊണ്ട് ഓർമ്മ ലഭിക്കുന്നില്ല? തൃശൂൽ, ത്രിവിക്രമ, തൃശൂൽ, ത്രിവിക്രമ, തൃശൂൽ, തൃശൂൽ, ത്രിവിക്രമ. കൊച്ചുമുതലാളി എന്തോ മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു. ഞാൻ കുറെ വിളിച്ചു, പക്ഷെ തിരിഞ്ഞു നോക്കിയതേ ഇല്ല. കൊച്ചുമുതലാളിക്ക് എന്തു പറ്റിയെന്ന് അറിയാനാണ് ഞാൻ പുറകെ വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോ ആ സ്ത്രീയുടെ കൂടെയായിരുന്നു. സ്ത്രീയോ? എവിടെയാ സ്ത്രീ? ഡാഡി, അവൾ എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. ഇവരെല്ലാ കാര്യവും പറയുകയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എവിടെയുണ്ട് അവള്? അത് തൃശൂൽ, എന്താ നിർത്തിക്കളഞ്ഞത്? പാമ്പ്, പാമ്പ്. മുതലാളി, എന്താ പറ്റി?
തൃശ്ശൂൽ എന്തൊക്കെയാ പുലമ്പെന്ന്? പാമ്പ്, സ്ത്രീ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദീശ, ആ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോ. എന്തു പറ്റി ശിവാനി? പിന്നെയും അങ്ങയുടെ പ്രവചനം പിഴച്ചു. അങ്ങ് പറഞ്ഞതെല്ലാം അസത്യമാണ്. ത്രിവിക്രമന്റെ പാദത്തിലായാലും തൃശൂലിന്റെ പാദത്തിലായാലും നാഗലോകത്തിന്റെ ചിഹ്നമേ ഇല്ല. ഞാൻ തിരഞ്ഞിരുന്ന അടയാളമേ ഇല്ല. അതെങ്ങനെ സംഭവിച്ചു ഗുരുദേവ? അവർ രണ്ടുപേരുടെയും കാലിൽ ആ അടയാളമേ ഇല്ലെങ്കിൽ അവരിൽ ആരും തന്നെ എന്റെ ആദിശേഷൻ അല്ലെന്നാണ്. ഒരുപക്ഷെ നീ നിന്റെ ആദിശേഷനെ സന്ധിച്ചാലും അവനെ നിനക്ക് തിരിച്ചറിയാനാവില്ല. സകലയിടത്തും അഗ്നി പടരും. കഷ്ടകാലം നിന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാർക്കോടകൻ ശിക്ഷാവിധിയുമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനെയെല്ലാം മറികടക്കുവാൻ, തിരിച്ചെടുക്കുവാൻ പോകുന്ന നിന്റെ മണിബന്ധനം, അതിനു മാത്രമേ നാഗകുലത്തെ ആകെ രക്ഷിക്കാനാവൂ. കടന്നുപോ, പോകാൻ പോകാൻ. കാലങ്ങളായി ദൈവമെന്ന് കരുതി ആരാധിക്കുന്ന വംശമാണ് നമ്മുടെ. ഇവയൊന്നും ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികളൊന്നും ചെയ്യില്ല. വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയല്ലടാ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞത് എന്റെ അമ്മേ, വെറുതെ സീരിയസ് ആവല്ലേ. ത്രിവിക്രമ, നീ ഏതോ പാമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതേത് പാമ്പ്? എന്ത് പാമ്പ്? നീ നല്ലപോലെ നോർത്ത് നോക്കിട്ട് പറയൂ. അത് ഏയ്, ആ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. തൃശൂൽ, കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോ. ഞങ്ങളും അതേപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് സാർ. എന്താ സംഭവിച്ചെന്ന് അറിയണോ? ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. തീർച്ചയായും തീർച്ചയായും സാർ. ബോഡി ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആരെങ്കിലും ഇട്ട് ബോഡി കളക്ട് ചെയ്തോളൂ. ആയിക്കോട്ടെ സാർ. ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. തീർച്ചയായും അറിയിക്കാം. ഓക്കെ. ഗോവിന്ദ, എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തേക്കാം. വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകരുത്. പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. ശരി അളിയാ. നന്ദീശ, പോയി. ഞാൻ എത്ര പേടിച്ചു എന്നറിയോ മുതലാളി? ഞാൻ കാല് പിടിക്ക. എന്നെ ഒറ്റക്കാക്കി പോവല്ലേ മുതലാളി? ഇല്ല മോളെ, വാ. ആരെങ്കിലും നീ ഈ റൂമിനകത്തുള്ള കാര്യം അറിയാതെ വാതിൽ പൂട്ടിയതായിരിക്കും. ഇനി അതുണ്ടാവില്ല. ഇപ്രാവശ്യത്തേക്ക് മോളൊന്ന് ക്ഷമിക്കുക കേട്ടോ. വേണ്ട മുതലാളി, അങ്ങനോട് ക്ഷമ ചോദിക്കരുത്. എന്നെ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചില്ലേ? ശരി, മോള് പോയി താഴെ ത്രിവിക്രമനും തൃശൂലും ഉണ്ട്, അവരുടെ കൂടെ കളിച്ചോട്ടോ. ശബ്ദം കൂടിയപ്പോ ഇതുവഴിയൊന്ന് എത്തി നോക്കി. എന്താ മോളെ നീ കണ്ടത്? ഒന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. കുറെ നേരം നിലവിളി ഉണ്ടായിരുന്നു. ആരാ അവരെ ഉപദ്രവിച്ചത്? ആരാത്? നീ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ആരെ അവിടെ കണ്ടില്ല. ആരോ നിലവിളിച്ചുകൊണ്ട് ഓടുന്നത് പോലെ തോന്നി. ശരി, മോള് പൊയ്ക്കോ മോളെ. നാഗത്തെ കൊല്ലാൻ പോയവനും മരിച്ചില്ലേ? എന്താ ഇതൊക്കെ മുതലാളി? ഗുരു പറഞ്ഞതുപോലെ തന്നെ കഷ്ടകാലം ഒഴിയുന്നതിനു വേണ്ടി ഹോമവും പൂജയും പ്രതിവിധി കർമ്മങ്ങളും എല്ലാം നല്ല ശ്രദ്ധിച്ചു തന്നെയല്ലേ നമ്മൾ ചെയ്തത്. എന്നിട്ടും പൂജ തീർന്ന ആ ദിവസം തന്നെ
വീട്ടിലൊരു നാഗം കയറി. നാഗത്തെ കൊല്ലാൻ പോയവനും എങ്ങനെയോ കത്തിക്കരിഞ്ഞു മരിച്ചു. അതിന്റെ അർത്ഥം എവിടെയോ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് നന്ദീശ. എന്ത് പിഴവാണ് മുതലാളി? നമുക്കതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ത്രയംബക ഗുരുക്കളോട് ചോദിക്കണം. നിങ്ങളുടെ നിത്യജീവിതത്തിലെ സ്വൈര്യം കെടുത്താൻ. ആരെ ഗുരുക്കളെ? അവൾ തന്നെ. ഏത് നാഗകന്യകയുടെ പ്രിയങ്കരനെയാണോ 9 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ കൊന്നത്, അതേ നാഗം തന്നെ. ആരാ ഗുരുക്കളെ അത്? ഞങ്ങൾ ആ നാഗത്തെ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ നോക്ക്, ഈ ചെറിയ കുട്ടിയോ? ഇവളാണ് ആ നാഗകന്യക. ഏത് രൂപവും സ്വീകരിക്കുവാനാകും, ഏത് വേഷത്തിലും വരാം. എന്റെ മകന്റെ പിറന്നാളിന്റെ പിറ്റേ ദിവസമാണ് ഈ പെൺകുട്ടി എന്റെ വീട്ടിലേക്ക് വന്നത്. അതെ, ആ ദിവസം മുതലല്ലേ നിങ്ങൾക്ക് ആപത്തുകൾ തുടങ്ങിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗുരുക്കളെ? ആ നാഗത്തിന്റെ പിടിയിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടുക? അവൾ ഇപ്പോൾ എവിടെയുണ്ട്? ആ കുട്ടി മുതലാളിയുടെ വീട്ടിൽ തന്നെയുണ്ട് ഗുരുക്കളെ. അവളെ ബന്ധനസ്ഥയാക്കാൻ പറയൂ. വരൂ. എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ നേരത്തെ എടുത്തു വെച്ചതാ. സമയം പോണു. ആ പൈസ ഒന്ന് തരുന്നുണ്ടോ? ഞാനും കുറച്ച് ബിസി ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? 5000ന്റെ കൂടെ ഇനിയൊരു 5000 കൂടി ഇട്ട് 10000 രൂപയൊക്കെ അങ്ങ് തന്നേനെ എന്ന് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ നിങ്ങൾ എനിക്ക് പൈസ തരുന്നുണ്ടോ അതോ ഞാൻ അച്ഛനെ ഫോൺ ചെയ്യണോ? ക്യാഷ് ആയിട്ടില്ല, കാർഡ് മതിയാവോ? ഓക്കെ ഫൈൻ. താങ്ക് യു. കാണാം. 100 രൂപ ടിപ്സ് ഒക്കെ കൊടുക്കണ്ടേ? ആരുടെയോ കാശ് ആരോ കൊണ്ടുപോകുന്നു. ശിവാനി, ശിവാനി കൂടുതലൊന്നും പറയണ്ട. എത്രയും വേഗം അവരെ സ്കൂളിൽ നിന്ന് തിരിച്ചു വിളിച്ചോണ്ട് വാ. ശരി അളിയ, ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം. ഇവരെന്തിനാണ് എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായി കാണുമോ? ഈ അളിയന്റെ ഒരു കാര്യം, ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും ശരി അതിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, മക്കൾക്കൊന്നും വരില്ല. ഗോവിന്ദ സാറ് അവളെ മുറിയിൽ പൂട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. നമ്മുടെ ശത്രു നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടും നമുക്കൊരു ചെറിയ സൂചന പോലും കിട്ടിയില്ലല്ലോ. ഇയാളുടെ സംസാരം കേട്ടിട്ട് എന്നെ എന്തോ സംശയമുള്ളതുപോലെ തോന്നുന്നു. ഇനി എന്ത് ചെയ്യും? ഇതാരാ? ഇവൻ എന്നെ പോലെ ഉണ്ടല്ലോ. അയ്യോ ദൈവമേ, മണിബന്ധനം കിട്ടിയില്ല. അതെവിടെ കളഞ്ഞു പോയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടുന്നതേ ഇല്ല. അങ്ങ് പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഇവരിൽ ആരാണ് എന്റെ ആദിശേഷൻ എന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ. പക്ഷേ എന്റെ മുമ്പിൽ ഒരു മാർഗവും തെളിയുന്നില്ലല്ലോ. ദയവ് ചെയ്ത് അങ്ങ് തന്നെ ഒരു ഉപാധി നിർദ്ദേശിക്കൂ ഗുരുദേവ. എവിടെയാണ് ഗുരുദേവ? അങ്ങ് എവിടെയാണ്? എനിക്ക് ഈ വീട്ടിൽ എന്തോ ശക്തി അനുഭവപ്പെടുന്നുണ്ട്. ഒരു മണിബന്ധനത്തിന്റെ ശക്തി. അവളിപ്പോൾ ആ മണിബന്ധനം നഷ്ടപ്പെട്ട വെറും ഒരു പാമ്പാണ്. അയ്യോ പാമ്പോ എവിടെ? ഗോവിന്ദ, പാമ്പ് നീയല്ലേ പറഞ്ഞത്
അവൾ രൂപം മാറിയാ പോയതെന്ന് ആ ശക്തിയെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആ ഗുരുക്കൾ വന്നിരിക്കുന്നത്. നീ ഒന്ന് പുറത്തേക്ക് നിൽക്കും. അല്ല അളിയ, ഞാനും കൂടി. നിന്നോടല്ലേ പറഞ്ഞ പുറത്തു നിൽക്കാം. നന്ദീശ, ഗുരുക്കളെ, ഇപ്പോ മക്കൾ എവിടെയുണ്ടെന്ന് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് ആ മണിബന്ധനം കണ്ടെടുക്കാം. ചുവരണം ഓർമ്മയിരിക്കട്ടെ. വളരെ നന്ദിയുണ്ട് ഗുരുദേവ. അങ്ങ് നൽകിയ ഈ വിലപ്പെട്ട ഉപദേശത്തിന് എന്റെ പൂർണ്ണ ശക്തിയും ക്ഷയിച്ചു പോയാലും പ്രശ്നമില്ല. എന്റെ ആദിശേഷനെ കണ്ടെത്തി നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരികെ കൊണ്ടുവന്നേ പറ്റൂ. എന്റെ ആദ്യ ലക്ഷ്യം എന്നത് ആദിശേഷനെ കണ്ടുപിടിക്കുക എന്നതാണ്. ആ കർമ്മം ആദ്യം പൂർത്തീകരിക്കണം. അതിനായി എന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചില്ലാതായാലും എനിക്ക് പ്രശ്നമില്ല. സകല ശക്തിയും ഇതിനായി ഞാൻ സമാഹരിക്കും. എന്റെ ആദിശേഷൻ ആരാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകും. എവിടെയാ മറുക? നാഗലോകത്തിന്റെ രാജചിഹ്നം എവിടെ? മതി, നിർത്ത്. നിങ്ങൾ അതിന് തന്നെ. അയ്യോ, എടി നിന്നെ ഞാൻ ബാഗേ കിട്ടിയുള്ളൂ, കുട്ടികളെ കാണാനില്ല. ഗോവിന്ദ, കുട്ടികൾ എവിടെ? മക്കളെവിടെ? എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി നോക്ക്. അടയ്ക്കൂ. ഇതിൽ നിന്നും രക്ഷപ്പെടുക അസാധ്യമാണ്. ഭയപ്പെടണ്ട, നടക്കൂ. എങ്ങോട്ടാണ് ഗുരുക്കളെ? ഈ നാഗകന്യയ്ക്ക് മുക്തി നൽകുന്നതിന് മുൻപ്
വേറൊരു ദുഷ്ടശക്തിയും നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ദിഗ്ബന്ധന ഹോമം നടത്തണം. നടക്ക്. മണിബന്ധനം. ഏതായാലും നമ്മൾ ആ നാഗകന്യകയെ ബന്ധിച്ച് സുരക്ഷിതമായി വെച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ ഞാൻ ആ നാഗകന്യകയെ അഷ്ടദിഗ്ബന്ധനസ്ഥയാക്കിയിട്ട് വരാം. അവിടുന്ന് അവൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അത് കഴിഞ്ഞാൽ അവൾക്കൊരിക്കലും നാഗലോകത്തേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നം നമുക്ക് തന്നെയല്ലേ ഗുരുക്കളെ? രക്ഷപ്പെട്ട ആ നാഗം നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ലേ? നിന്റെ ശരീരത്തിന് ഒരിക്കലും അപകടം വരരുത്. 24 വർഷത്തിനുള്ളിൽ നിന്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നോർത്തോ, നിനക്ക് അമരത്വം പ്രാപ്തമാകില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഗുരു? നീ ഇത് വിശ്വസ്തരെ മാത്രം ഏൽപ്പിക്കുക. നിനക്ക് അമരത്വം ലഭിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്യുക. ഇപ്പൊ ഈ വീട് സമ്പൂർണ്ണ സുരക്ഷയിലായി. വരാൻ പോകുന്ന നാഗമാണിക്യത്തിന്റെ ശക്തിയെ അങ്ങ് സ്വന്തമാക്കുന്നതിന് പകരം ആ സുവർണാവസരം പാഴാക്കിയത് എന്തിനാണ് ഗുരു? മോഹമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഭദ്ര? പക്ഷെ എന്റെ ഉദ്ദേശം കൊടുമുടിയെ കഷ്ടപ്പെട്ട് കീഴടക്കി കൊടിനാട്ടാനല്ല, ആരോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെ അനായാസമായി സ്വന്തമാക്കാനാണ്. ഇനി ഒരുവനെ കബളിപ്പിച്ച് അവന്റേതെല്ലാം എന്റേതാക്കണം. അതെങ്ങനെ? 24 വർഷങ്ങളുടെ പരിശ്രമം ദിഗ്വിജയന്റേത്. അതിനുശേഷം നാഗമാണിക്യത്തിന്റെ ശക്തിയും ആനന്ദവും എനിക്ക് സ്വന്തമാക്കണം. ആകും. എന്താ സംശയം? ഒരു നാഗത്തിന്റെ കാര്യം ഇപ്പോഴേ തീരുമാനമായിരിക്കുന്നു. അതിപ്പോൾ നമ്മുടെ ബന്ധനത്തിലാണ്. ഒരു വേള ഈ നാഗം പുറത്തിറങ്ങിയാൽ മറ്റൊന്നിനെ ഇത് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ താനേ ഒരു സർപ്പം ഇതിനെ തിരഞ്ഞു വരുന്നതായിരിക്കും. നാഗമാണിക്യം ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഈ 2 നാഗങ്ങളെയും നമ്മൾ പിടിച്ച് ബലി കൊടുക്കുകയാണെങ്കിൽ സർവശക്തി പ്രാപിക്കും. എല്ലാവരും ചിരഞ്ജീവിയായി തീരുന്നതാണ്. ഏറ്റവും ആത്മാർത്ഥമായി വിശ്വസിക്കാവുന്ന ബിനാമി. ബിനാമിയോ? അതെ നന്ദീശ, നീ എനിക്ക് ബിനാമി, നിന്റെ മകൻ എന്റെ മകന്റെ ബിനാമി. ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ മകൻ നിന്റെ മകനെയും വിശ്വസിക്കും. അതിന് ഈ മണിബന്ധനം ഇതിനു മുതൽ ഭദ്രമായി നിന്റെ മകന്റെ കയ്യിലിരിക്കണം. മുതലാളി തൃശ്ശൂർ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ? വളരുന്ന വടവൃക്ഷത്തെ മുളയിലെ തിരിച്ചറിയാനാവും. അവനാ യോഗ്യതയുണ്ട്. അവൻ എന്റെ മകനെയും സംരക്ഷിക്കും, ഒപ്പം അവനെയും സംരക്ഷിക്കും. ഈ മണിബന്ധനം അവൻ ഭദ്രമായി സംരക്ഷിക്കും. പിടിക്കും. ഇനി ഈ മഹാബന്ധനത്തിൽ നിന്നും ഈ നാഗത്തിന് പുറത്തു പോവുക അസാധ്യം. സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് വളർന്ന് വൃക്ഷമാകുമ്പോൾ അതിൽ സ്പർശിച്ചാലും മതി. ഈ ദിഗ്ബന്ധനം തകർത്ത് പഴയതിലും ശക്തയായി അവൾ പരിണമിക്കുന്നതാണ്. അങ്ങനെ ഒരു സന്ദർഭം വരാതിരിക്കാനാണ് ഈ സ്ഥലം ദിഗ്വിജയനിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഞാൻ മറച്ചുവെച്ചത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചെങ്കിൽ വരൂ, പോകാം.
അല്ലാന്നേ, ഞാൻ എപ്പം മുതലേ ചോദിച്ചോണ്ടിരിക്കുക. അതെന്താന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? ഓരോന്നിനും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനാവില്ലല്ലേ? ഇത് നല്ല കഥയായല്ലോ. എന്റെ മകന്റെ കയ്യിൽ എന്തോ കൊണ്ടുവന്നിടുന്നത് അവന്റെ അമ്മയായി എനിക്ക് ചോദിക്കാൻ അവകാശമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്ക്, ഞാൻ എന്ത് ചെയ്താലോ നല്ലതിനായിരിക്കുന്നത് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് അറിയാൻ ചേട്ടാ. അപ്പൊ കുറച്ച് മിണ്ടായിരിക്കാൻ പഠിക്കും. അച്ഛാ, ഇത് വളരെ നല്ലതാ. ആണോ മോനെ? ഗുഡ്, പോയി കളിച്ചോ. ശരി അച്ഛാ. ദണ്ഡപാണി, എല്ലാവരും അവരുടെ ബിസിനസ്സിൽ ഇംപ്രൂവ് ആയി. ഇതിനെല്ലാം കാരണം ആ നാഗമാണിക്കാണ്. എല്ലാം മാറിപ്പോയി. ഒരേ ഒരു കാര്യം മാത്രം ഒഴിച്ച്. ദണ്ഡപാണിയുടെ മുണ്ട്. ദിഗ്വിജയ്, അവന്മാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയായിരുന്നു. അല്ലെന്നേ, 3 പേരും പന്നകളാ. അല്ല, നമ്മളെ കൂടാതെ ആമാര് പോയില്ലേ? അത് ബാങ്കോക്കിലേക്ക്, എന്റെ ഫേവറേറ്റ് സ്ഥലം. ഇവിടെ അടിപൊളിയല്ലേ? സന്തോഷമായിരിക്കെ. മണ്ടന്മാര്. അതിന് അവിടുത്തെ ഫുഡ് ഇവിടെ കിട്ടുമോ? കന്യകയെ എവിടെയാണ് ബന്ധനസ്ഥയാക്കിയിരിക്കുന്നത്? നമ്മൾക്കുള്ള ഈ വൃത്തികെട്ട ക്യൂരിയോസിറ്റിയെ പറ്റി അദ്ദേഹം അറിഞ്ഞിരിക്കും. അതുകൊണ്ടാവും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കും പറയാം. ആരോ പറഞ്ഞുവെന്ന് നിനക്കും പറയാം. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങളെയും അത് ബാധിക്കും. Am I right? അതൊന്നും നടക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന ഗുരുക്കൾ ഈ കാര്യം മാത്രം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൾ എവിടെയായാലും എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് മാത്രം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ത്രികാല ഗുരുദേവ, എന്താണ് ഈ മുഴക്കം? പ്രകൃതി കാണിക്കുന്ന ഈ ലക്ഷണങ്ങളൊക്കെ എന്തിന്റെ സൂചനയാണ്? നാഗമാത, നിരന്തരമായ 14 വർഷത്തെ പരിശ്രമത്താൽ തെളിയുന്നതാണ് ഈ വെളിച്ചം. ഇനിയുള്ള പ്രകാശത്തിന്റെ സൂചന. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം ശിവാനി ഇരിക്കുന്ന സ്ഥലം തെളിയാറായിരിക്കുന്നു. അതെയോ? പരമേശ്വര, പിന്നെയും പിന്നെയും നീ കരുണ കാണിക്കുന്നു. നീലി, ഇത്ര സുന്ദരികളായ തരുണീ മണികൾ ഉള്ളപ്പോ ഞാൻ അവരോടൊന്നും കമ്പനി അടിക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിലിരിക്കാൻ പറ്റുമോ? സാമ്പ, മകനെ എന്താ ഡോക്ടറാക്കാനാണോ പരിപാടി? എന്റെ ആഗ്രഹം അവനെ ഡോക്ടറാക്കാനായിരുന്നു. അതിനിപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കൂ. ഫാഷൻ ഡിസൈനിങ്ങിന് പോണെന്ന് പറയുന്നു, മോഡലിങ്ങിനും പോണെന്ന് പറയുന്നു. അതിനെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മക്കൾക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അതിനവരെ അങ്ങ് വിട്ടുകൊടുത്തേക്കണം. ദാറ്റ്സ് ഓൾ. ആ, ത്രിവിക്രമന്റെ വിദേശത്തെ പഠനമെല്ലാം കഴിഞ്ഞായിരുന്നു. അവനിപ്പോ എന്താ ചെയ്യുന്നേ? He is the happiest person in the city. നമ്മളെ പോലെ ഇപ്പൊ എവിടെയെങ്കിലും പാർട്ടി നടത്തുന്നുണ്ടാവും. നന്ദീശന്റെ മകൻ തൃശൂലിന് ഒരേ പാട്ടിനെ നീ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? സോങ് റിപ്പീറ്റ് ചെയ്യടാ. ഇപ്പൊ തന്നെ 10 പ്രാവശ്യം പ്ലേ ചെയ്തില്ലടാ. ഇനി നിനക്ക് എത്ര പ്രാവശ്യം പ്ലേ ചെയ്യേണ്ടി വരും? തൃപ്തിയാവുന്നവരെ. എനി പ്രോബ്ലം? തൃപ്തിയാവണമെങ്കിലേ നീ സ്വന്തം